ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് തോന്നലുണ്ടോ? എന്ത് ജോലിയിൽ മുഴുകിയിരിക്കുകയാണെങ്കിലും അല്പസമയത്തേക്ക് അതൊന്ന് മാറ്റിവെച്ച് കേൾക്കുക. ഒരു വ്യക്തി ഏറ്റവും അധികം ശക്തിശാലിയാകുന്നത് മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങളെ നേരിട്ട് അതിനെ മറികടക്കുന്ന നിമിഷമാണ്. ഒരു പക്ഷേ അവർ പോലും അറിയുന്നുണ്ടാകില്ല അവർ നേരിട്ട ആ പരിതസ്ഥിതികൾ അവരെ വളരെ ശക്തിശാലികളാക്കി തീർത്തെന്ന്. നിങ്ങൾ ഓടാൻ പരിശീലിക്കുമ്പോൾ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഓടുവാൻ സാധിക്കുള്ളൂ. 1 കിലോമീറ്റർ കൂടി കഴിയുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടാകാം. എന്നാൽ അവിടം കൊണ്ട് നിർത്താതെ നിങ്ങളത് തുടർച്ചയായി പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കും. ഇതേ അവസ്ഥയാണ് നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ സാഹചര്യങ്ങളിലും സംഭവിക്കുന്നത്. എപ്പോഴാണോ ലൈഫിൽ നിങ്ങൾ ഒരു ടേണിംഗ് പോയിന്റ് എത്തുന്നത്, നിങ്ങൾക്ക് മുൻപിൽ സംഭവിക്കാത്ത ഒരു ഇമോഷൻ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നത്, അപ്പോൾ അവിടെ ഒരു ഇമോഷൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ ഒരു പോയിന്റിൽ നിന്നും മാറിപ്പോകാതെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് കുതിക്കുക എന്നതാണ് പ്രധാനം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാ വ്യക്തികളും ലൈഫിൽ സക്സസ്ഫുൾ ആകാത്തത് എന്ന്? എല്ലാവരും അവരുടെ ലൈഫിൽ വിജയികളാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇവിടെ ഒരു പ്രധാന ചോദ്യം ഇതാണ്: ഈ വ്യക്തികളിൽ ആർക്കൊക്കെയാണ് ഞാൻ സക്സസ്ഫുൾ ആയേ തീരൂ എന്ന ഉറച്ച ലക്ഷ്യമുള്ളതെന്ന്? ആ ലക്ഷ്യത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ ഒരു പക്ഷേ ലോകം മുഴുവനും ശ്രമിച്ചേക്കാം. എന്നാൽ തനിക്ക് ലഭിക്കുന്ന എല്ലാ അവഗണനകളെയും മറികടന്ന് തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കാൻ അവർ എത്രമാത്രം ശ്രമിക്കും എന്നതിലാണ് വ്യത്യാസം. പലരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്: എന്നെക്കൊണ്ടാകും വിധം പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ സക്സസ് ലഭിക്കുന്നില്ല എന്ന്. വെള്ളത്തിൽ മുങ്ങിമരിക്കാൻ പോകുന്നവൻ ആ സമയത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ടത് എന്താണ്? തീർച്ചയായും അത് ശ്വാസമാകും, അല്ലാതെ പദവിയോ പ്രശസ്തിയോ അല്ല. അതുപോലെ നിങ്ങൾക്ക് വിജയം എന്നത് ആ ശ്വാസത്തിൻ്റെ അത്രയും പ്രാധാന്യമുള്ളതായി തോന്നുന്നത് ആകണം. ആ ദിവസം മുതൽ നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ ശക്തിയും പ്രയോഗിച്ച് തുടങ്ങും. ഇതുവരെ നിങ്ങളുടെ 100% ശക്തി നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒന്ന് ആലോചിച്ചിട്ട് പറയൂ, വിജയിക്കേണ്ടത് എത്രമാത്രം നിങ്ങൾക്ക് അത്യാവശ്യമാണ്? നിങ്ങളുടെ വിശപ്പിനോളം അത്യാവശ്യമാണോ? നിങ്ങളുടെ ശ്വാസത്തെ പോലെ അത്യാവശ്യമാണോ? അതോ ഓരോ ശ്വാസവും എടുക്കുമ്പോഴും നിങ്ങളുടെ ലക്ഷ്യം ഓർമ്മയിൽ വരാറുണ്ടോ? നിങ്ങളുടെ ഓരോ ദിവസത്തിലെയും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള എഫേർട്ട് എടുക്കുന്നതിന് നിങ്ങൾ തയ്യാറാണോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആ വിജയത്തിലേക്കുള്ള പാതയിലാണെന്ന്. എത്രത്തോളം കഠിന പരിശ്രമമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്? അത് തുടർന്നുകൊണ്ടേയിരിക്കൂ. കാരണം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന തടസ്സങ്ങൾ, വേദനകൾ താൽക്കാലികം മാത്രമാണ്. തന്നെ കാത്തിരിക്കേണ്ടി വന്നാലും അതിപ്പോൾ 1 മാസമോ 1 വർഷമോ ആകട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ വിജയമില്ലേ, അത് എന്നെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ ഭയന്ന് നിങ്ങൾ പരാജയം സംഭവിക്കുകയാണെങ്കിൽ ആ പരാജയമാകും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവുക. ബുദ്ധിമുട്ടുകൾ ടെമ്പററിയാണ്, പക്ഷേ ഭയന്ന് പിന്മാറിയാൽ ആ പരാജയം പെർമനൻ്റാണ്. നിങ്ങൾക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി നഷ്ടമാക്കരുത്. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചും മറ്റുള്ളവരുടെ വിലയിരുത്തലിന് അനുസരിച്ചും ജീവിക്കാതിരിക്കുക. ജീവിതത്തിൽ ഇത്തരം മണ്ടത്തരം നിങ്ങൾ കാണിക്കരുത്. ആളുകൾ നിങ്ങളെ ഉപദേശിച്ചാലും നിങ്ങൾ അനുസരിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്ന വാക്കുകളെ മാത്രമാണ്. ലോകത്തിലെ മറ്റൊരു വസ്തുവിനെയും നിങ്ങളെ പൂർണ്ണമായും സംതൃപ്തനാക്കാൻ സാധിക്കില്ല. എന്നാൽ ഇടുന്ന പരിശ്രമത്തിൽ അത് സാധിക്കും. പരിശ്രമിച്ചതിന് ശേഷം കിട്ടുന്ന വിജയത്തിനാണ് നിങ്ങൾ പൂർണ്ണമായും സംതൃപ്തനാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ ലോകത്തിലുള്ളവർക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധം എന്താണെന്നോ? അവരവരുടെ സംതൃപ്തിക്ക് മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. യഥാർത്ഥത്തിൽ പൂർണ്ണമായ സംതൃപ്തി ലോകത്തിൽ വേണമെങ്കിൽ വേറെ എവിടെ അന്വേഷിച്ചാലും ലഭിക്കില്ല. കാരണം അത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. മറ്റാർക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യാനോ സാധിക്കില്ല.
നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഒരു പരാജയ ഭീതി നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത്, ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ എത്ര ദുർഘടമായ പരിതസ്ഥിതികൾ വന്നിരിക്കുന്നു. തോറ്റു എന്ന് ഉറപ്പായ പല സാഹചര്യങ്ങളും വിജയിച്ചു കടന്നു വരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടല്ലോ. അതിനെ അപേക്ഷിച്ച് ഇപ്പോഴുള്ള പരിതസ്ഥിതി എനിക്ക് ഈസിയായി മറികടക്കാൻ ആകുമെന്ന്. സോ അത് ഭാഗമായി തന്നെ വെച്ചോളൂ. അത് ഭയന്ന് പിന്മാറേണ്ട കാര്യമില്ല. ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കുക എന്നത് നിങ്ങൾക്ക് സ്വപ്നത്തിലേ സാധിക്കൂ. അതൊരിക്കലും യാഥാർത്ഥ്യമാവില്ല. ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല വരുന്നത്, മറിച്ച് പുതിയ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. ആ പാഠങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. അത് ഭാവിയിൽ നിങ്ങളെ സഹായിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.